മറന്നിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടൻ നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ളടത്തുള്ള കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കൊരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫ് ഇതേപോലുള്ള VIP കള്ള് ഷാപ്പിലൊന്നും രണ്ടെണ്ണം വീഴിക്കാൻ പറ്റൂല. ചങ്കിക്കോളിന് വർത്താൻ പറയലോ. ഇടക്കിടക്ക് വരാനല്ല പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടാ മോനെ, മോൻ അവിടെ സുഖമായിട്ട് കഴിയുമെന്ന് കേൾക്കുമ്പോഴല്ലേ ചേട്ടന് ഇവിടെ മനസ്സമാധാനത്തോടെ നിർവഹിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങനെ അയച്ചതെങ്കിൽ അല്ലേടാ. മ്യൂസിക് ആടാൻ വിടാം. അവൻ പോയി സന്തോഷിക്കട്ടെ. ഇനി ആർക്കും സന്തോഷിക്കണ്ടേ? ഡാൻസ് ഓ അതിനെന്തിനാ അവിടെ പോയി ഡാൻസ്? ഇവിടെ വെറുതെ എണീറ്റിരുന്നാ പോലെ. Come on, come on. എന്താണോ ഈ കാണിച്ചത്? നമ്മുടെ പയ്യനാ, ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ ഇവിടെ സൈഡിൽ ഇവിടെ എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പൊ ഈ കഥകിന് കുറ്റം കൊളുത്തൊന്നുമില്ല. എൻജോയ് എൻജോയ്. Come on, that's it. All right, that's enough. Bye then. See you. Bye. Bye. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. ഭീകരൻ മാമനോ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. കോമയും കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാ. രക്ഷപ്പെട്ടു. എന്തോന്നാണ് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. മാമ ഈ മരുമാനോട് കേറ്റിക്കൊണ്ട് പോ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ്ഫുൾ ആണല്ലോ. ഇരിക്കാൻ ചോദിച്ച കടത്തുക പതിവ്. എന്തോടോ സോറി, കണ്ടില്ല. കാണാഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കണ്ടാലോ? മനുഷ്യന്റെ മുകളിലാണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? ഹോമോ ഒക്കെ അങ്ങ് അമ്പലത്തില്. വിടുക. എന്താ ഇത്? പണ്ടാരെങ്കിലും പോയിരുന്നേ. അയ്യോ സീറ്റ് കിട്ടി. എന്തോടാ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ശിവനെ, ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്? താനെന്താ മണിയെ പിടിച്ച് കളിക്കുന്നത്? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണൂലിനെ പിടിച്ച് വലിക്കണം. വല്ലേന്ന് കൈയെടുക്കാനാ പറഞ്ഞു. ഞാൻ തുപ്പില്ലല്ലോ. ഈ തൊപ്പന്നെ കൊടലിലേക്ക് പോടാ. അയ്യോ എന്തായി കാണിക്കണത്? തല്ലരുത്, ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്, ബസ്സിന്റെ അത് വേണം. ദേഹത്ത് തുടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഞങ്ങൾ മാറ്റി തരാം. ഒന്നും നിർത്തണേ. ഇടാൻ പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണം. എന്റെ ദൈവമേ, ഇതെന്നെ കൊണ്ടേ പോകും. ഞാനിതാ പോണേ. ഇറങ്ങി വാ. അങ്ങനെ ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ല്. ആകാശ്, ആകാശ്,
കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതല കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ അവിടെ പോവും. കാശ് മാത്രമാണോടാ, ഒന്നിന് ബുദ്ധി വളർച്ചില്ലാത്ത പാവല്ലേ ഇത്. എന്തെങ്കിലും സംഭവിച്ചാലാ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനല്ലേ? എന്തെങ്കിലും സംഭവിച്ച എന്റെ അനിയൻ, അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അതാ അനിയൻ. ഞാൻ പറഞ്ഞത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞ് മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഇയാളെന്താ പല്ലില്ലാത്ത ഡ്രാക്കുളൊക്കെ വയറുണ്ട് ബിയർ ശാപ്പാട് അടിച്ചതല്ലേ, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയണം കൊണർത്തണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. നമുക്ക് പോയിക്കണം ഉറങ്ങിയിട്ട് നാളെ കാലത്ത് നോക്കാന്നേ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടിയെത്തിയതാ. ഊട്ടിലെത്തിയ ഊട്ടി ബാങ്ക്. അത് ഊട്ടിയെ വേങ്ങ. ഇവിടെയൊക്കെ അങ്ങനെ വായിക്കണേ. ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെയുള്ള ബുദ്ധി ഉണ്ടോ? ഇത്രക്കാർക്ക് ബാങ്ക് കാണുമ്പല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ, ചേട്ടാ അതെ, ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊണ്ടുവരുന്ന പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തിയുടെ പോലത്തെ സാധനം ഇതിലെ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണ മിക്ക ആൾക്കാർ കണ്ടാലും പന്തികേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റാ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തികേട്. ഞാൻ ആ പന്തിയുടെ അല്ല ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടാ. അതെ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു എന്റെ സാധനം. പൊന്നെ, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത്, ഈ ബാങ്ക് നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടിൽ കൂടി നടന്നു പോണവര് തന്നെയുള്ള ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്ററൊന്നുമല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആണെങ്കിൽ ഓടി വരണേ, ഓടി വരണേ. എന്താണ് അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര എന്റെ ഷാർപ്പ്നെസ്? ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറ്, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. ഏതാണ്ട് അതുപോലെ. നീ അടുത്ത് വാ. എന്നിട്ട് യമഹ എന്ന് എന്റെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിലടിക്കണം. അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ. എന്റെ ശബരിമല മുര. ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ പ്രവർത്തിയായിട്ടവനെ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമായിട്ട് അടിച്ചിട്ട് ശിവാസനികളെന്നാ ബാക്കിയുണ്ടോടാ? ഞങ്ങളുടെ ഒന്നുമില്ല. ഏറി തപ്പടോ എല്ലാം. അല്ല സാറേ, ഞങ്ങൾ അനിയനെ തപ്പി. ഞാൻ തപ്പിക്കോളാം. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ നിന്നെ തന്നെ ചെണ്ടി വയസ്സായിട്ട് ഇക്കിളി മാറിയില്ലടാ. എവന്റെ ഇക്കിളിനെ ആദ്യം മാറ്റി സൈഡിൽ ഇരുത്ത്. ഇവരെ പിടിച്ചു തന്ന സാറ് വരുന്നില്ല ആവോ? ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി. ഊച്ചയായി ആദ്യം നിന്നെ ഞാൻ തല്ലല്ലേ? തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ വണ്ടി? ഹലോ, എവിടുന്നാ? ഇത് വീലാടാ. സ്പീൽബർഗിന്റെ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്കാ പോയാ? ഈ കേസ് കൊള്ളാലോ. ഇത് എവിടെ നിന്ന് കുറ്റിയും പറിച്ച് വരണേ? ഈ സാധനം മൊത്തത്തിൽ കൊള്ളാൻ കൈകാര്യം ചെയ്ത് വിട്ടാലോ? നല്ല അടിപൊളി ബാഗാണല്ലോ, നോക്കട്ടെ. എവിടെ എവിടെ? വാർഡിലേക്ക് കിടത്തിയിട്ടുണ്ട്, മയക്കത്തിലാ. എന്താണ്? ഞാൻ ശ്വാസമുട്ടിന്റെ മരുന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോഴാ 3-4 ആൾക്കാരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരണ കണ്ടത്. നോക്കുമ്പോ നമ്മുടെ ചക്കൻ ഏതോ പാലത്തിന്റെ അടിയിൽ ബോധമില്ലാണ്ട് കിടക്കണം കണ്ടു എന്നാ പറഞ്ഞത്. ആരാ നിങ്ങളൊക്കെ? പേഷ്യന്റിന്റെ ആൾക്കാരാ? അതെ, ഇവൻ ചേട്ടനാ. കുഴപ്പമൊന്നുമില്ല അല്ലേ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? ഡോക്ടറോട് ചോദിക്കണം. ഇത് പേഷ്യന്റിന്റെയാ. ഓരോന്നിനും ഓരോ സമയമുണ്ട് മോനെ ചന്ദ്ര. ഈ ബാഗിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ തലക്കടിയേറ്റ് ഇതേ ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നവനല്ലേ നീ? അതേ ആശുപത്രിയിൽ വെച്ച് ദൈവമായിട്ട് തന്നെ നിന്റെ കയ്യിൽ കൊണ്ടു തന്നിരിക്കുകയാണ്. പാവം നിന്റെ ആകാശിന്റെ അവസ്ഥയിൽ ദുഃഖമുണ്ടെങ്കിലും ഇനി കാത്തേക്കാൻ ഈ ചന്ദ്രന്റെ വയ്യന്റെ ബാഗ് ക്ഷമിക്കുക. മനസ്സ് ശാന്തമാക്കി യൂറോ ദൈവങ്ങളെ ധ്യാനിച്ച് ഞാനിതാ തുറക്കുകയാണ്. യൂറോ,
ഓഹോ ബിരിയാണി കട്ടാസം കിട്ടാൻ തക്കാളി കട്ട് ചെയ്തിട്ട പോലെ യൂറോന്റെ മീതെ പൂമ്പാറ്റ വെതറിക്ക കൊച്ചു കള്ളൻ. യൂറോ കിട്ടി. ഇതെന്താ ഡയറിയാ? താഴ്ത്ത് പൂട്ടി വെച്ചൊക്കെയാണല്ലോ. മനുഷ്യൻ ഇങ്ങനെ ആക്രാന്ത പാടില്ല. അവിടെ അതിന് ഇനിയും ബോധം വന്നിട്ടില്ല. അപ്പഴോ ചോദിച്ചു, ഇനി ബോധം വന്നിട്ട് എല്ലാം തീർന്നില്ലേ? ദൈവം ഇതിന്റെ ഇടയിൽ ഇതിനകത്തിരുന്ന യൂറോ മുഴുവൻ തീർത്തു നീ. എന്റെ സമനില തെറ്റിക്കില്ലട്ടാ. ഈ ബാഗിന് വേണ്ടി ഞാൻ നടത്തിയ സംഭവ ബഹുലമായ ത്യാഗങ്ങൾക്ക് ആര് സമാനം പറയൂടാ? നോക്കിയേ, കുറച്ച് പ്ലാസ്റ്റിക് പൂമ്പാറ്റയും ഒരു താഴത്തെ കൂട്ടിയ ഡയറിയും. ഡയറിയാ? കുട്ടിക്കാലത്തെ ഫോട്ടോ ഇതങ്ങനെ അവന്റെ കയ്യില്? അമ്മയുടെ ആനന്ദിന് നിന്റെ ഓർമ്മകളിൽ നിന്ന് പോലും ഒരുപാട് ദൂരത്തിലാണ് ഈ അമ്മ. എന്റെ മോന്റെ മനസ്സിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാം. സാരമില്ല, അമ്മയ്ക്കതിൽ വിഷമമില്ല. തെറ്റമ്മയുടെ തന്നെയല്ലേ. അന്ന് പടിയിറങ്ങി പോരുമ്പോ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും മോന് വിട്ടുതരാതെ പിടിച്ചു വെച്ച അച്ഛനോടുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക്. അതിനിടയിൽ വേദനയോടെയാണെങ്കിലും നിന്നെ അമ്മ മറന്നു കളഞ്ഞു. മാപ്പ്. നീ വളരുന്നതും വലിയ ആളാവുന്നതുമൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഇത്ര നാളും അമ്മ കരഞ്ഞു തീർത്ത കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മറക്കാൻ പിന്നെ ഈശ്വരൻ അമ്മയെ അനുഗ്രഹിച്ചു തന്നതാണ് നിന്റെ ഈ പാവ അനിയനെ. അവനെ സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുൻപ് ദൈവം വീണ്ടും പരീക്ഷിക്കുകയാണ്. മരിക്കാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഇവന്റെ നിഷ്കളങ്കമായ ഈ ചിരിയുടെ മുമ്പില് അമ്മ തോറ്റുപോവുകയാണ്. ലോകം എന്താണെന്നറിയാത്ത അവന് ഇനി ഈ ലോകത്തിൽ ആകെയുള്ളത് കൂടപ്പിറപ്പായ നീ മാത്രമാണ്. അവനെ നീ ഉപേക്ഷിക്കുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ നിന്നെ ഏൽപ്പിക്കുന്നത് വരെയെങ്കിലും മരണം നീട്ടിക്കിട്ടണമെന്ന ഒറ്റ പ്രാർത്ഥനയെ അമ്മയ്ക്ക് ഇപ്പോഴുള്ളൂ. നാല് വയസ്സിൽ ഇട്ടെറിഞ്ഞു പോയ അമ്മയോട് എന്നും പകയെ തോന്നിയിട്ടുള്ളൂ. മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുണ്ട് 1000 വട്ടം. ജീവിച്ചിരിപ്പില്ല എന്നൊന്ന് ട്രാവൽ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ കേട്ടു നിന്നത്. തെരുവ് പട്ടികളെ പോലെ ആട്ടും തുപ്പും കൊണ്ട് വളർന്ന നമുക്കെങ്ങനെയാ ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ വില മനസ്സിലാവണത്? അല്ലടാ കുട്ടേട്ടാ, അതിന് ബോധം തെളിഞ്ഞു. ബാഗിന് വേണ്ടി ബഹളം വെക്കാം. അതിനിടയ്ക്ക് ബാഗ് തുറക്കലും യൂറോ എടുക്കലൊക്കെ കഴിഞ്ഞോ? അവൻ കൊണ്ടുവന്ന യൂറോ അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാ. ബാഗ് പേഷ്യന്റ് കൊടുക്കാം. ഇന്ന് അതിന്റെ കണ്ണട എവിടെ? അവനൊന്നും കാണണ്ടാവില്ല.